പാഠം 1077 ഒരു വലിയ വക്കീലിന്റെ കഥ. ഭയങ്കര കണക്കൂട്ടലാണല്ലോ. എന്തുപറ്റി? ആർക്കെങ്കിലും ചായയോ നാരങ്ങാവളോ വാങ്ങിച്ചു കൊടുത്താ? എന്റെ കണക്കല്ല നോക്കുന്നത്, നിന്റെയാ. എന്റെ എന്ത് കണക്ക്? സദാനന്ദ വക്കീലിന്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് നിനക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കുറച്ച് പൈസയാണ് സ്വന്തമായി വക്കീൽ ആഫീസ് തുടങ്ങിയതിനു ശേഷം നിനക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാ? ഞാൻ സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. കേസുകൾ കിട്ടാൻ എന്തായാലും സമയം എടുക്കും. ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും അങ്ങനെയല്ലേ മോനേട്ടാ? അതുകൊണ്ടല്ല. എന്താ? നിങ്ങൾ 3 വക്കീലന്മാരാണ്. നീ, വിദ്യാലക്ഷ്മി, പിന്നെ സത്യവാനൻ. എല്ലാ കേസും വാദിക്കുന്നത് നീയാ. പൈസ അവർക്ക് കൂടെ വിധിച്ചു കൊടുക്കണം. ഞാനല്ലേ മോഹനേട്ടാ സീനിയർ. അപ്പൊ കക്ഷികൾ നിർബന്ധിക്കും ഞാൻ തന്നെ കേസ് വാദിക്കണമെന്ന്. പക്ഷെ അതുകൊണ്ട് വിദ്യ സത്യപാലനും മോശക്കാരാവില്ലല്ലോ. കേസ് പഠിക്കുന്നതും സഹായിക്കുന്നതൊക്കെ അവരല്ലേ. ആമേ, കേസ് കിട്ടുന്നതൊക്കെ നിന്നെ കണ്ടുകൊണ്ടാണ്. കേസുകൾ വാദിക്കുന്നതും നീയാണ്. പിന്നെ എന്തിനാണ് ഒരു ഉപയോഗമില്ലാത്ത ആ വിദ്യാലക്ഷ്മി സത്യപാലനേക്ക് നീ ചോന്നു നടക്കുന്നത്? വല്ലപ്പോഴും ഒരു കേസാണ് നിനക്ക് കിട്ടുന്നത്. അതിന്റെ ഫീസെങ്കിലും കിട്ടില്ല. നീ പിന്നെ എന്തിനാണ് ഈ ജോലിക്ക് പോകുന്നത്? അവസാനം വക്കീൽ ഓഫീസിന് വാടക കൊടുക്കാനുള്ള കാശിന് വേണ്ടിയിട്ട് നീ എന്റെ പിറകെ വരരുത്. 10 പൈസ ഞാൻ തരില്ല. വക്കീലേ, എനിക്ക് വേണ്ട, തീർന്നല്ലോ. നമസ്കാരം. നമസ്കാരം. പിന്നെ ആ ദിനേശനും പ്രകാശനും തമ്മിലുള്ള വഴക്ക് തീർക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻ കുട്ടിച്ചേട്ട ഇന്നലെയും കുറെ മെനക്കെട്ട് 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് 2 പേരും തയ്യാറല്ല. അപ്പൊ പിന്നെ കോടതിയിലെ പ്രശ്നം തീരും. ദിനേശൻ വക്കീലിനെ കാണാൻ എപ്പോ വരട്ടെന്ന് ചോദിച്ചു. അതിനെന്താ കുഴപ്പം? 10 കഴിഞ്ഞ് എപ്പോ വേണേലും വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. നമസ്കാരം സാർ. എന്തായാലും ഉത്തമൻ ഇപ്പൊ ഈ കേസുമായിട്ട് വന്നത് നന്നായി. എനിക്ക് ഒരു കേസും കിട്ടുന്നില്ല. മിക്കവാറും വക്കീൽ ഓഫീസിന്റെ വാടക കൊടുക്കാൻ ഞാൻ മോഹനേട്ടന് മുന്നിൽ കൈ നീട്ടേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സാറ്. എനിക്കിങ്ങനെ കേസ് കിട്ടുന്നുണ്ടെന്ന് ഇപ്പോഴെങ്കിലും സാറിന് മനസ്സിലായോ? വക്കീലിന് അല്ലെങ്കിൽ കേസുണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ 3 കേസിൽ വക്കീൽ കാര്യങ്ങൾ തെളിച്ച് പറഞ്ഞു കൊടുക്കുത്തവാ കേക്കട്ടെ. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പ്രശ്നം അതല്ലല്ലോ. നിനക്ക് നേരത്തെ കേസ് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ടാവും. എന്തുകൊണ്ടാ? ഇവൾ വില്ലേജ് ഓഫീസർ ഭാര്യ ആയതുകൊണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ ഇവളുടെ കൂടെ 2 വക്കീലന്മാരുണ്ടല്ലോ. ഒരു കോന്ത സത്യവാലനും ഒരു അഹങ്കാരി വിദ്യാലക്ഷ്മി. അവർക്ക് 2 പേർക്കും ഇതുവരെ ഒരു കേസ് പോലും കിട്ടിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവൾ വാദിക്കുന്ന കേസിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് വക്കീൽ ഓഫീസിലെ ചെലവ് പോലും നടക്കുന്നത്. 1 രൂപയുടെ ഗുണമില്ലാത്ത ആ 2 വക്കീലന്മാരെ എന്തിനാണ് കൊണ്ട് നടക്കുന്നതാ ഞാൻ ചോദിച്ചത്. ഗുണമുണ്ടോ ഇല്ലയോ ആരാണ് തീരുമാനിക്കുന്നത്? മോഹനേട്ടനോ? ഞാൻ പറയുന്നത് കണക്കാണ്. സത്യപാലനോ വിദ്യാലക്ഷ്മിയോ അവരുടെ മിടുക്കുകൊണ്ട് 1 കേസെങ്കിലും പിടിച്ചിട്ടുണ്ടോ? അവർക്ക് ആരെങ്കിലും 1 കേസെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇവൾക്ക് കിട്ടുന്ന ഫീസ് കൊണ്ട് ജീവിക്കുന്ന 2 ഇത്തിൽ കണ്ണികളാണ് അവർ. ഇത് കറക്റ്റാണ്. ഇപ്പൊ സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ കേസ് പിടിക്കുന്നതൊക്കെ സത്യഭാമ വക്കീലിന്റെ പേര് പറഞ്ഞാണ്. സത്യപാലൻ വക്കീലിന്റെ വിദ്യാലക്ഷ്മി വക്കീലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യര് ഒരു കേസ് തരില്ല. ഉത്തമന് ബുദ്ധിയുണ്ട്. ഉദാഹരണം കേട്ടോ, ആ സത്യപാലൻ എന്ന് പറഞ്ഞവനെ എനിക്ക് ശരിക്കും അറിയാം. വക്കീൽ കുമസ്തനാകാനുള്ള കഴിവില്ലാത്തവൻ വലിയ വക്കീലാണെന്ന് പറഞ്ഞ് ഞെളിച്ചങ്ങ് നടക്കുക. LLB പരീക്ഷയുടെ പേപ്പർ നോക്കി ഏതോ ഒരു കിഴങ്ങായി വെറുതെ മാർക്ക് കൊടുത്ത് ജയിപ്പിച്ച. ഈ സത്യപാലൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ. ബാഹുലയൻ ചേട്ടന്റെ കേസ് ഞാൻ ജയിപ്പിച്ച് തന്നിരിക്കും. എന്നെ വിശ്വസിക്കൂ. സത്യപാല, നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എന്നെങ്കിലും ഒരു കേസ് വാദിച്ച് ജയിച്ചിട്ടുണ്ടോ? ജയിച്ചില്ല എന്നുള്ളത് പോട്ടെ, എല്ലാ കേസും ജയിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കേസ് നീ ഇന്ന് വരെ വാദിച്ചിട്ടുണ്ടോ? അതിപ്പോ സംഭവം എന്താണെന്ന് വെച്ചാ ബാഹുലയൻ ചേട്ടാ, സത്യഭാമ ഉള്ളപ്പോ ഞാൻ കയറി വാദിക്കുന്നത് ശരിയാണോ? പറഞ്ഞു വരുമ്പോ പുള്ളിക്കാരിയാണല്ലോ സീനിയർ. പിന്നെ സീനിയർ വക്കീലിനെ ബെഞ്ചിലിരുത്തി ജൂനിയർ വക്കീൽ കയറി വാദിച്ചാൽ ചിലപ്പോ ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പിന്നെ ബാഹുലയൻ ചേട്ട ഒരു കാര്യം മനസ്സിലാക്കണം. കേസ് വാദിക്കുന്നത് സത്യഭാമയാണെങ്കിലും
പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. ഇപ്പോ ബാഹുലേൻ ചേട്ടന്റെ കേസ് എന്നെ ഏൽപ്പിച്ചു എന്ന് കരുതുക. കേസിന്റെ ഡീറ്റെയിൽസ് ബാഹുലേൻ ചേട്ടൻ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇരുന്നങ്ങ് പഠിക്കുകയല്ലേ. പിന്നെ എല്ലാം വിശദമായി പഠിച്ചു കഴിയുമ്പോ ഞാനൊരു നോട്ട് എഴുതി സത്യഭാമയുടെ കയ്യിലങ്ങ് കൊടുക്കും. അതൊക്കെ ഒന്ന് നോക്കി കോടതിയിൽ പോയി 4 ഡയലോഗ് അടിക്കേണ്ട കാര്യമേ ഉള്ളൂ സത്യഭാമയ്ക്ക്. എന്തിനാ സത്യപാല ഇങ്ങനെ വിട്ടിത്തരം പറയുന്നത്? എനിക്ക് നിന്നെ അറിയാം, സത്യഭാമയെ അറിയാം. സത്യഭാമയെ അറിയാവുന്നതുകൊണ്ട് മാത്രം ഈ കേസ് നിങ്ങൾക്ക് തരാം. പക്ഷെ ഈ കേസ് വാദിക്കാനായിട്ട് നീ കോടതിയിൽ എങ്ങനെ വന്നാൽ വിവരം അറിയും. സത്യഭാമ വാദിച്ചാ മതി. മതി, സത്യഭാമ വാദിച്ചാ മതി. സത്യഭാമയെ വാദിക്കൂ. പക്ഷേ ബാഹുലേൻ ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ കേസ് സത്യഭാമ ഏൽപ്പിച്ചതെന്ന് പറയണം. ഓ, എങ്കിലേ വക്കീൽ ഓഫീസിൽ എനിക്കൊരു വിലയുണ്ടാവും. സത്യപാല, ഞാനൊരു കാര്യം ചോദിച്ചാ നിനക്ക് വിഷമം തോന്നരുത്. എന്താ ഏട്ടാ? നീ ശരിക്ക് വക്കീലാണോ ഗുമസ്തനാണോ? ഹലോ, സത്യഭാമയ്ക്കൊന്ന് കൊടുക്കൂ. ആരാണ്? ഞാൻ സത്യപാലനാണ്. ഇതെന്തോ നണ്ടിയാപ്പിസല്ലേ സാറിനാ? പിന്നെ എന്തൊക്കെയുണ്ട് മോഹനകൃഷ്ണ സാറേ വിശേഷങ്ങൾ? അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും കൃത്യമായി ജോലിക്ക് പോകുന്നു, ആ ജോലി വൃത്തിയായി ചെയ്യുന്നു, അതിന്റെ ശമ്പളം വാങ്ങി മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നു. കാരണം എനിക്കറിയാവുന്നൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. സത്യവാനാണോ ഈ വേണ്ടാതിന് മഴ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഹലോ സത്യഭാമേ, ഒരു ഉഗ്രം കോള് കിട്ടിയിട്ടുണ്ട്. എന്താ? ചെരുപ്പ് കട നടത്തുന്ന ബാഹുലേൻ ചേട്ടൻ ഇല്ലേ, ആ പുള്ളിക്കാരന്റെ ഒരു കേസുണ്ട് അങ്ങ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ഞാനതങ്ങ് പിടിച്ചു. നേരാണോ? പിന്നല്ലാതെ ഞാൻ ആരാ സത്യഭാമേ മോൻ. ഏതെങ്കിലും ഒരു കൊടികെട്ടിയ വക്കീലിനെ കാണാനിരുന്നതാ ആ ബാഹുലേൻ ചേട്ടൻ. പക്ഷെ ഞാൻ ഒരു തരത്തിൽ പറഞ്ഞ് ഒടിച്ച് വളച്ച് സമ്മതിപ്പിച്ചെടുത്തു. പിന്നെ ഫീസിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ചോദിക്കുന്ന പൈസ തരും. ആണല്ലേ? പക്ഷേ പുള്ളിക്കാരന് കേസ് ജയിച്ചിരിക്കണം. സത്യപാലം കൂടെയുള്ളത് എന്റെ ഭാഗ്യമാണ്. ഓക്കേ. പക്ഷേ അതൊന്നും ചില കുബുദ്ധികൾക്ക് മനസ്സിലാവില്ല. ആ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തോളണേ. അത് ഞാൻ ഏറ്റു. ശരി. മോഹനേട്ടൻ സത്യപാലനെ ഒന്നിനും കൊള്ളാത്തവൻ എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ പോലും ഇപ്പൊ ആയിട്ടില്ല. അതിനു മുന്നേ നല്ല 1-ാം-തരം കേസുമായിട്ട് സത്യപാലനെ വിളിച്ചിരിക്കുന്നു. എന്ത് കേസ്? കേസ് എന്തായാലും എന്താ, കക്ഷി പുലിയാണ്. അപ്പൊ ഇതിന് കാശിന് കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായോ സത്യപാലനെ ഞങ്ങൾ പങ്കുകാരായിട്ട് കൂട്ടിയത് എന്തിനാണെന്ന്? ഇതുപോലുള്ള ഉപകാരങ്ങൾ ഉണ്ടാവും. ശരി, ഏതെങ്കിലും പെറ്റി കേസ് ഒപ്പിച്ചാണ് സത്യപാലൻ. ഇനിയിപ്പോ വേറെ അഹങ്കാരം ഉണ്ടല്ലോ, വിദ്യാലക്ഷ്മി. ആ സാധനത്തിന് 10 പൈസ ഗുണമുണ്ടോ? പ്രഭാരി സാർ അങ്ങനെ പറയരുത്. ഈ കേസ് ഞങ്ങൾക്ക് തന്നെ തരണം. ഞങ്ങൾ ഈ കേസ് വാദിച്ചാൽ പുല്ല് പോലെ ജയിക്കും. വിദ്യാലക്ഷ്മിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. സ്ഥിരമായി എന്റെ കേസുകൾ നോക്കുന്ന ആളുകളുണ്ട്. അതറിയാം സാർ. പക്ഷേ എന്നും അവര് തന്നെ വാദിക്കണമെന്ന് വാശി പിടിക്കരുത്. ഞങ്ങൾക്ക് വേറെ കേസില്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ സാറിനെ പോലെ ഒരാള് ഞങ്ങളുടെ കക്ഷിയാന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമല്ലേ? അതൊക്കെ ശരിയാ. അഡ്വക്കേറ്റ് സത്യഭാമയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലബിൽ വെച്ച് അഡ്വക്കേറ്റ് വാസുദേവൻ പറയാ പുതിയ വക്കീലന്മാരിൽ ഏറ്റവും മിടുക്കി സത്യഭാമയാണെന്ന്. ആ സത്യഭാമയെ കൊണ്ട് തന്നെ സാറിന്റെ കേസ് വാദിപ്പിക്കാന്നല്ലേ ഞാൻ പറഞ്ഞത്. സാറേ, കേസാവുമ്പോ പരിചയവും ബന്ധമൊന്നും അല്ല നോക്കേണ്ടത്, കേസ് ജയിക്കുമെന്ന് നോക്കണം. സംഗതി ശരിയാണ്. പക്ഷേ ഞാനിപ്പോ ഈ കേസ് നിങ്ങളെ ഏൽപ്പിച്ചാൽ കുറഞ്ഞ പക്ഷം 4 വക്കീലന്മാരെങ്കിലും എന്നോട് പിണങ്ങും. സാരമില്ല,
വിദ്യാലക്ഷ്മി ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം ചോദിക്കല്ലേ? പറ്റില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ കേസ് നിങ്ങൾ തന്നെ നോക്ക്. ഉച്ചയാകുമ്പോ ഞാൻ വക്കീൽ ഓഫീസിൽ വന്ന് വക്കാലത്ത് പോയിട്ട് തരാം. അഡ്വാൻസും. താങ്ക് യു സർ. ഹലോ, ഞാൻ വിദ്യാലക്ഷ്മിയാണ് സർ. ഭാമയ്ക്കൊന്ന് കൊടുക്കോ? ഹാമേ. ആരാ? വിദ്യാലക്ഷ്മി. ഹലോ. ഭാമേ, ഞാനിന്ന് പ്രഭാര സാറിനെ കണ്ടിരുന്നു. ഏത് പ്രഭാകർ സാർ? മുനിസിപ്പൽ ഓഫീസിലെ പ്രഭാര സാറ്. ആ, സാറിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. രാജേന്ദ്ര വക്കീലിൽ പോകേണ്ടതായിരുന്നു. ആഹാ. പ്രഭാകര സാറിനെ ഞാൻ കണ്ടതുകൊണ്ട് കേസ് നമുക്ക് കിട്ടി. ആണോ? ഇന്ന് തന്നെ ഓഫീസിൽ വന്ന് വക്കാലത്ത് ഒപ്പിട്ട് അഡ്വാൻസ് തരാന്ന് പറഞ്ഞിരിക്കുന്നത്. നീ എന്റെ മാൻ രക്ഷിച്ചു വിദ്യേ. എന്തു പറ്റി? അതൊക്കെ ഉണ്ട്. ഓഫീസ് വരുമ്പോ ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. എന്നെ നിന്നെയൊക്കെ തമ്മി തെറ്റിക്കാൻ നടക്കുന്ന ചില ദുഷ്ടന്മാരുണ്ടല്ലോ, അവര് പറയുന്നതെല്ലാം തെറ്റാണെന്ന് ഈശ്വരനായിട്ട് ഇപ്പൊ തെളിയിച്ചോണ്ടിരിക്കുക. നീ എന്തൊക്കെയാ പറയുന്നേ? ബാക്കിയെല്ലാം നേരി കാണാൻ പറയാം. കൊറേ പറയാനുണ്ട്. ശരി. ഇങ്ങ് വാ. കാര്യം മനസ്സിലായല്ലോ? മുനിസിപ്പൽ ഓഫീസിലെ പ്രഭാകരൻ സാറിന്റെ കേസ് വിദ്യയായിട്ട് പോയിട്ട് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചു. മോഹനേട്ടൻ ഇന്നത്തെ ദിവസം ഇതുവരെ പറഞ്ഞതെല്ലാം വെറുതെയായി എന്നർത്ഥം. നീ വിദ്യാലക്ഷ്മിയോട് എന്താ പറയാൻ പോകുന്നത്? എന്ത്? അല്ല, നീ ഫോണിൽ പറഞ്ഞല്ലോ നേരിട്ട് കാണുമ്പോ എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. നേരിട്ട് കാണുമ്പോ പറയാൻ പോകുന്ന കേസിന്റെ കാര്യം അല്ല, വേറെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്ത്? നിന്നെയും വിദ്യാലക്ഷ്മിയും തമ്മിൽ പിണക്കാൻ നടക്കുന്ന ചില ദുഷ്ടന്മാരുണ്ട്, അവരെ പറ്റി നേരിട്ട് കാണുമ്പോ എന്തൊക്കെയോ അങ്ങ് പറയാമെന്ന്. അതാരെ പറ്റിയാ? ഇതെന്ത് ചോദ്യാണ്? ഈ ലോകത്ത് ആരെങ്കിലും അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മോഹനേട്ടനായിരിക്കില്ലേ? അപ്പൊ മോഹനേട്ടനെ പറ്റി തന്നെ പറ്റില്ല. എന്ത്? എന്നെ പറ്റി വിദ്യാലക്ഷ്മിയോടോ സത്യപാലനോടോ മോശമായി പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കാര്യത്തിൽ എനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമുണ്ടോ? മോഹനേട്ട, വക്കീൽ ഓഫീസ് എന്റെ ഓഫീസാണ്. വിദ്യ സത്യപാലനമാണെങ്കിലും എന്നോട് ജോലി ചെയ്യുന്നവരും. എന്റെ ഓഫീസിൽ വെച്ച് എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് നിന്നെ പറ്റി ഞാൻ ഒരു വാക്കുപോലും മോശമായി പറയുന്നില്ലല്ലോ. അതെനിക്ക് അറിഞ്ഞൂടല്ലോ. മോഹനേട്ടന്റെ സ്വഭാവം വെച്ച് എന്തായാലും മോഹനേട്ടൻ എന്നെ പറ്റി നല്ലത് പറയാൻ പോകുന്നില്ല. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ശിശുപാലനോട് ചോദിച്ചു നോക്ക്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് മോഹനേട്ടൻ വിദ്യ സത്യപാലനെ പറ്റി പറഞ്ഞതെല്ലാം ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും. മോഹനേട്ടന്റെ സ്വഭാവം എന്താന്ന് അവരൊക്കെ ഒന്ന് അറിയട്ടെ. വിദ്യാലക്ഷ്മിയോട് എന്നെ പറ്റി ഒരക്ഷരം പറയാൻ പാടില്ല. എന്താണ് മോഹനേട്ടൻ ഇപ്പോഴത്തെ പ്രശ്നം? വിദ്യയെ പറ്റിയും സത്യപാലനെ പറ്റിയും ഞാൻ പറഞ്ഞ ഒരു കാര്യവും അവരോട് പറയാൻ പാടില്ല. പറഞ്ഞ എന്തിനാ പറയുന്നത്? ഭാമേ, നമ്മൾ ഭാര്യയും ഭർത്താവാണ്. നമ്മൾ തമ്മിൽ പറയുന്ന കാര്യം മൂന്നാമതൊരാളോട് പറയേണ്ട കാര്യം എന്താണ്? മേലിൽ ഇമാതിരി വർത്താനം പറയില്ല എന്ന് മോഹനേട്ടൻ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടും ഒന്നും പറയാതിരിക്കും. അത് ഞാൻ ആരുമില്ല. ശരി, വേണ്ട. അപ്പൊ ഞാൻ എല്ലാം വിസ്തരിച്ച് അവരോട് പറഞ്ഞോളാം. പറയില്ലെന്ന്. ഇല്ല, തീർന്നിട്ടില്ല. വിദ്യാലക്ഷ്മി സത്യപാലനും മോഹനേട്ടൻ പറഞ്ഞതുപോലെ മോശക്കാരല്ല. അവർ നല്ല കഴിവുള്ള വക്കീലന്മാരാണെന്ന് മോഹനേട്ടൻ സമ്മതിക്കുന്നില്ല. ശരി, അപ്പൊ ഞാൻ അവരുടെ കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞോളാം. എന്ത്? വിദ്യാലക്ഷ്മി സത്യപാലനും വക്കീലന്മാരാണ്. വക്കീലന്മാര് എന്ന് പറഞ്ഞാ പോരാ, നല്ല വക്കീലന്മാര് എന്ന് പറയണം. അങ്ങനെയുള്ള വക്കീലന്മാരാ? എങ്ങനെ? ആള് കുഴപ്പമൊന്നുമില്ല. നല്ല വക്കീലന്മാരാണെന്ന് പറയണം. വിദ്യാലക്ഷ്മി നല്ല വക്കീലന്മാരാ. തീർന്നല്ലോ. അപ്പോ മോഹനകൃഷ്ണ സാർ ഞങ്ങൾ അംഗീകരിച്ചു. ഞങ്ങളത്ര മോശം വക്കീലന്മാരല്ലെന്ന് സാറിന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഞാൻ ഇതിനു മുമ്പും എത്രയോ കേസ് പിടിച്ചിട്ടുണ്ട്. അതൊന്നും മോഹനകൃഷ്ണ സാർ അറിഞ്ഞില്ലല്ലോ. അതാ പ്രശ്നം. എന്റെ വിധി അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. മോഹനേട്ടൻ ചില പ്രത്യേക കണക്കുകൾ കൂടി ജീവിക്കുന്ന ഒരാളാണ്.
കാര്യത്തിനെ പറ്റി മോഹനേട്ടർ ചില കണക്കൂട്ടലുണ്ട്. അതിന്ന് 1 ഇഞ്ച് പോലും മോഹനേട്ടൻ മാറൂല. അത് നിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മോഹനേട്ടന്റെ ആഫീസിലുള്ളവരുടെ കാര്യത്തിലും ആഫീസിൽ വരുന്നവരുടെ കാര്യത്തിലും നാട്ടുകാരുടെ കാര്യത്തിലും എല്ലാം മോഹനേട്ടൻ ചില മുൻവിധികൾ കണ്ടുവച്ചിട്ടുണ്ട്. അത് മാറ്റണമെങ്കിൽ തെളിവ് സഹിതം മോഹനേട്ടൻ കാര്യങ്ങൾ ബോധ്യമാവണം. ഇന്നിപ്പം നിങ്ങൾ രണ്ടുപേരും ഫോൺ ചെയ്തതേ കൃത്യസമയത്ത്. അതുകൊണ്ട് മോഹനേട്ടൻ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ഉള്ളത് പറയാലോ സത്യഭാമേ, ഞാൻ ഒരാൾ വിചാരിച്ചത് കൊണ്ടാ ബാഹുലേയൻ ചേട്ടന്റെ കേസ് കിട്ടിയത്. എനിക്ക് പണ്ടേ അറിയാവുന്ന ആളാ ഈ കക്ഷി. ഇതിനു മുന്നത്തെ 2 കേസ് വന്നപ്പോ പുള്ളിക്കാരനത് അരവിന്ദാക്ഷം വക്കീലിനെ ഏൽപ്പിച്ചത്. ഇത്തവണ അത് നടക്കില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. പിന്നെ കേസ് എങ്ങനെയും ജയിക്കുമെന്ന എന്റെ ഒറ്റ വാക്കിന്റെ ബലത്താ ബാഹുലേയൻ ചേട്ടൻ വീണത്. അപ്പൊ പിന്നെ പ്രഭാര സാറോ? ഈ നാട്ടിലെ കൊള്ളാവുന്ന സകല വക്കീലന്മാരുമായിട്ട് പ്രഭാര സാറിന് അടുപ്പുണ്ട്. കേസ് പ്രഭാര സാറിന്റെ ആവുമ്പോ വക്കീലന്മാര് കൂട്ടത്തോടെ ചെല്ലുകയും ചെയ്യും. പക്ഷേ ഞാൻ തീർത്തങ്ങ് പറഞ്ഞു, ഈ കേസ് എനിക്ക് തന്നേ പറ്റൂന്ന്. പുള്ളിക്കാരനത് സമ്മതിച്ചു. പിന്നെ ഫീസിന്റെ കാര്യത്തിൽ പരിചയം കാണിക്കാൻ പറ്റില്ല എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷം രൂപയ്ക്കാ ബാഹുലേയൻ ചേട്ടനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കേസ് ഊരിക്കൊടുത്ത 15% ഫീസായിട്ട് തരാമെന്നാ ബാഹുലേയൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. 3 ലക്ഷത്തിന്റെ 15% എന്ന് പറഞ്ഞാൽ രൂപ 45,000. ഇത്രയും വലിയ ഫീസ് ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? പ്രഭാര സാറിന്റെ കേസും 3 ലക്ഷം രൂപയുടെയാ. കാശ് വാങ്ങിച്ചോണ്ട് പോയിട്ട് മാസം 6ആയിട്ടും സാറിന് കാശ് തിരിച്ചു കിട്ടിയിട്ടില്ല. സാറ് പറഞ്ഞത് 10% കമ്മീഷൻ തരാന്നാ. ഏകദേശം 30,000 രൂപ. അപ്പോ ഞാൻ കൊണ്ടുവന്ന കേസാ ലാഭം. അതെ, 45,000 രൂപയാ ഫീസായിട്ട് കിട്ടുന്നത്. വിദ്യയുടെ കേസിന് വെറും 30,000 അല്ലേ ഉള്ളൂ. പക്ഷേ പ്രഭാര സാറിന്റെ കേസ് ജയിക്കുന്നുള്ളത് ഉറപ്പാ. എല്ലാ തെളിവുകളും ഉണ്ട് സാറിന്റെ കയ്യില്. കാശ് വാങ്ങിച്ചോണ്ട് പോയ ബാഹുലേയൻ സാർ ഒപ്പിട്ട ചെക്കും പ്രോമിസറി നോട്ടും എല്ലാം. അതിപ്പോ വേണ്ടത്ര തെളിവ് എന്റെ കേസിലുണ്ട്. അതും സുഖമായിട്ട് ജയിക്കും. പിന്നെ രൂപ 45,000 കിട്ടുന്നത്, അത് നമ്മൾ മറക്കരുത്. ഫീസിൽ മാത്രമല്ലല്ലോ കാര്യം. പ്രഭാകര സാറിനെ പോലുള്ള ഒരാളിനെ കക്ഷിയായിട്ട് കിട്ടുന്നത് ചെറിയ കാര്യമാണോ? അതൊരു അന്തസ്സല്ലേ? അത് ബാഹുലേയൻ ചേട്ടന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അല്ലല്ല, പ്രഭാകര സാറിന്റെ കേസാ നല്ലത്. അതാ ബാഹുലേയൻ ചേട്ടൻ എന്താ മോശമാണോ? ഒരിക്കലും അല്ല. പ്രഭാകര സാറിന്റെ എന്താ കുഴപ്പം? പ്രഭാകര സാറിന്റെ കേസ് തന്നെ നല്ലത്. നിർത്ത്. പ്രഭാര സാറിന് കിട്ടാനുള്ളത് 3 ലക്ഷം രൂപയാണെന്നല്ലേ പറഞ്ഞത്? കൊടുക്കാനുള്ളത് ആരാ? ഒരു ബാഹുലേയൻ. ഏത് ബാഹുലേയൻ? അത് ചെരുപ്പ് കട നടത്തുന്ന ബാഹുലേയൻ. ശരിയാണല്ലോ. അയാളല്ലേ സത്യപാലം കൊണ്ടുവന്ന കക്ഷി? ഒരു കേസിലെ 2 കക്ഷികളുടെ കേസാണോ 2 പേരും കൂടി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഇക്കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെ മാനം പോവും. സത്യപാലൻ ആ കേസാ പിടിച്ചെന്ന് ഞാൻ അറിഞ്ഞു. വിദ്യ ഇങ്ങനെ ഒരു കേസാ പിടിച്ചെന്ന് ഞാൻ അറിഞ്ഞു. 2 പേരും കൂടെ രാവിലെ എന്നെ സഹായിച്ച് ഈ അവസ്ഥയിലാക്കി തന്നല്ലോ. സന്തോഷം. ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. 2 പേരും മര്യാദയ്ക്ക് ഫോൺ ചെയ്ത് കേസ് വേണ്ട, വേറെ വക്കീൽ വെച്ചോളം പറ. ഭാമേ, മോനേട്ടാ ചായ. എന്ത് പറ്റി നീ നേരത്തെ ചായ എടുത്തു? അല്ല, സാധാരണ ഞാൻ വന്നതിന് ശേഷമാണല്ലോ ചായ എടുക്കാറുള്ളത്. അല്ല, എന്തായാലും ചായ എടുക്കണമല്ലോ. അപ്പൊ പിന്നെ കുറച്ച് നേരത്തെ ചായ എടുക്കാന്ന് കരുതി. ഞാനാണെങ്കിൽ ഇത് കുറച്ച് നേരത്തെ വരികയും ചെയ്തു.
എന്താ നേരത്തെ വന്നത്? കേസൊന്നും ഇല്ലായിരുന്നു. അല്ല, നിനക്ക് കൈ നിറയെ കേസാണെന്നാണല്ലോ രാവിലെ പറഞ്ഞത്. ഇന്ന് തന്നെ നിനക്ക് എത്ര കേസാ കിട്ടിയത്? ഉത്തമം കൊണ്ടുവന്ന കേസ്, സത്യവാലം കൊണ്ടുവന്ന കേസ്, വിദ്യാലക്ഷ്മിയുടെ കേസ്. കേസൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റി. സത്യവാലനും വിദ്യാലക്ഷ്മിയൊക്കെ എന്ത് പറയുന്നു? എന്താ പറയാൻ? അല്ല, അവര് പിടിച്ചോണ്ടുവന്ന കേസാണല്ലോ നീ ഇന്ന് വാദിച്ചത്. അപ്പൊ അവർക്ക് വലിയ സന്തോഷമായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഈ പറഞ്ഞു വരുമ്പോ നീയാണല്ലോ വലിയ വയ്ക്കുമല്ലേ. അവര് കേസ് പിടിക്കുമെങ്കിലും നീയാണല്ലോ വാദിക്കുന്നത് അല്ലേ? വിദ്യാസത്യപാലനും സ്വന്തമായിട്ട് കേസ് വാദിക്കാറൊന്നും ആയിട്ടില്ല. അല്ല, അപ്പൊ ഇന്ന് കിട്ടിയ കേസൊക്കെ നീ ഒറ്റയ്ക്ക് വാദിക്കേണ്ടി വരും അല്ലേ? അയ്യോ, അതിനുള്ള സമയമൊക്കെ നിനക്ക് കിട്ടുമോ? അല്ല, എല്ലാ കേസും ഒരു ദിവസം തന്നെ വാദത്തിന് എടുക്കില്ലല്ലോ. ഓരോ കേസും പല ദിവസങ്ങളായിട്ടാണല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് ശരി. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഭാമേ, വേറൊരു പ്രശ്നമുണ്ടല്ലോ. ഉദാഹരണത്തിന് വിദ്യാലക്ഷ്മി കൊണ്ടുവന്ന കേസ് നീ വാദിക്കുന്നു എന്ന് കരുതുക. എന്താണ് കേസ്? പ്രഭാകർ സാറ് കടം കൊടുത്ത കാശ് തിരികെ കിട്ടിയില്ല. അതുകൊണ്ട് പ്രതിയിൽ നിന്ന് അത് തിരിച്ചു പിടിച്ചെടുക്കുകയും പ്രതിയെ പിടിച്ച് ജയിലിലിടുകയും വേണം. പ്രതി ആരാ? ചെരുപ്പ് കട നടത്തുന്ന ബാഹുലേയൻ. സത്യപാലൻ ആ കേസ് നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോ ബാഹുലേയനെ പിടിച്ച് ജയിലിടണമെന്ന് വാദിക്കുന്ന അതേ നീ തന്നെ കുറച്ചു കഴിഞ്ഞിട്ട് മറ്റേ കക്ഷിയുടെ ഭാഗമായി വേണം. ബാഹുലേയൻ നിരപരാധിയാണ് എന്ന് വാദിക്കും. ആ കേസ് കേൾക്കുന്ന ജഡ്ജി സമ്മതിക്കണം. ഏത് പക്ഷത്ത് കൂടും? അല്ല, എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത്? ഭാമേ, പ്രഭാകരൻ സാറും ഞാനും തമ്മിൽ വർഷങ്ങളായി പരിചയമുണ്ട്. പ്രഭാകരൻ സാറിന്റെ കേസ് വിദ്യാലക്ഷ്മി കാല് പിടിച്ച് വാങ്ങിയിട്ട് ഉച്ചയായപ്പോ വിളിച്ച് വേറെ വക്കീലിനെ വെച്ചോളൂ എന്ന് പറഞ്ഞ കാര്യം സാർ എന്നോട്. മോഹനകൃഷ്ണന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാനത് വെറുതെ വിട്ടു, ഇല്ലെങ്കിൽ വക്കീൽ വിവരം അറിഞ്ഞേനെന്നും പറഞ്ഞു. അതെ, അതൊരു അബദ്ധം പറ്റിപ്പോയതാ. അബദ്ധമല്ല, ആടിയുടെ കുറവ്. ഒരു കേസ് പിടിക്കുമ്പോൾ ആ കേസിലെ എതിർകക്ഷി ആരാണെന്ന് പോലും ചോദിക്കാനുള്ള വിവരമില്ലാത്ത രണ്ട് വക്കീലന്മാരാണ് നിന്റെ കൂടെ ഉള്ളത്. അവർ രണ്ടും വലിയ സംഭവമാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചാ നീ രാവിലെ. ഇപ്പൊ എന്ത് പറയുന്നു? ചായ കുടിക്കാതെ തണുത്തു പോകും. ചായ കുടിക്കില്ല, തണുത്തു പോകുന്നു. വാദി പ്രതിയാവുക എന്ന പഴഞ്ചൻ പ്രയോഗം ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും വാദിയുടെയും പ്രതിയുടെയും വക്കീൽ ഒരാളാവുക എന്ന പരിപാടി ലോകത്തെവിടെയെങ്കിലും നടന്നതായി കേട്ടിട്ടില്ല. വലിയ വക്കീലിനും ഇമാതിരി മണ്ടത്തരങ്ങൾ പറ്റുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.